പൊന്നു മക്കളെ. ഗുഡ് മോർണിംഗ് മുട്ടായി. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പൊ സമയം 8:51 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് പല്ലൊക്കെ തേച്ച് റെഡിയായി ഇറങ്ങാം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ വിജയവാഡ. മുട്ടായി ഫ്രഷപ്പ് ആവാനൊക്കെ പോയിട്ടുണ്ട്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ നൈറ്റ്. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മളിന്ന് ഇന്നലെ ടെന്റ് അടിച്ച സ്പോട്ട്. അങ്ങനെ ഈ ഒരു സ്ഥലത്തോടും യാത്ര പറഞ്ഞ് നമ്മള് വീണ്ടും പോവുകയാണ്. സമയം ഇപ്പോ 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ചായയും കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ചായ സീനില്ല. നമുക്ക് ഇവിടെ വെച്ചൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവന് തമിഴൊക്കെ അറിയാം. അവൻ നമുക്ക് ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അപ്പുറത്തെ ഏതൊരു കടയുണ്ട്, അവിടെ പോയി നമുക്ക് ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യൻ. അവനാട്ടോ. നമ്മള് കേരളത്തിൽ നിന്ന് നേപ്പാള് പോകുന്ന കഥയൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. പുള്ളിയുടെ വണ്ടിയിൽ കൊണ്ടുപോയി നമുക്ക് ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലേ, ഞാൻ വിചാരിച്ചു ഇവിടെ തെലുങ്കന്മാരുടെ നാട്ടിൽ വന്ന് പട്ടടിയാവുമെന്നാ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഉണ്ട് ഗൈസ് മനുഷ്യത്വമുള്ള ആൾക്കാർ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ചെറിയ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ബോണ്ടയാണ് കേട്ടോ, ബോണ്ടയും ചട്നിയും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ സാധനം. നമ്മുടെ അവിടുത്തെ ഒരു ഉഴുന്നുകടയുടെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ. എന്നതാ ഉണ്ണിയപ്പത്തിന്റെ ലുക്കും. പിന്നെ ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. ലാംഗ്വേജ് അറിഞ്ഞൂടെങ്കിലും എന്ത് നല്ല മനുഷ്യരാണ് ഗൈസ്. ഇവന് 18 വയസ്സായിട്ടുള്ളൂ ഗൈസ്. അവന്റെ മനസ്സ് കണ്ടോ, അവന്റെ വയസ്സിനെക്കാളും വലിയ മനസ്സാണ് അവന്. അവരെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പൊ ഇനി തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ വിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഇവിടെ പോയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ரொம்ப നന്ദി, ரொம்ப നന്ദി. നിങ്ങളുടെ പേരെന്നാ സൊന്നെ? നരസിംഗം. ഓ, നല്ല പേരാ ഗൈസ്. പോയിട്ട് വരാം. ഒരു ഹഗ് പണുവാ. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ നല്ല നല്ല ഓർമ്മകളാണ് കഴിച്ച് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാര്യം പ്രതീക്ഷ സത്യം. ഇപ്പൊ നമ്മുടെ നല്ലതായിട്ട് മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. അവൻ എന്താന്നറിയില്ല, അവരും സന്തോഷത്തോടെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക അവര്. ശരി, മെസ്സേജ് പണുങ്കോ. താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ അവനെയും പിരിഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ്. അടുത്ത ഹൈവേ നീട്ടി നടക്കാം. ഇപ്പോഴും അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ് നമ്മള് പോകുന്നത്. അയ്യോടാ. അപ്പൊ ഇതാണ് വിജയവാഡയ്ക്കുള്ള റൂട്ട്.
വിജയവാഡ വരെ ഇല്ല, അവിടെ പോകുന്ന ഹൈവേ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിജയവാഡ പോകുന്ന വീട്ടിൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചന്തി വിളിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അവരെ ഇഷ്ടപ്പെട്ടു, അവര് വരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും അവർ വന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. നമ്മുടെ സ്ഥലം എത്താറാവുന്നു. വിജയവാഡയല്ല, ഇത് മെതിമെട്ല എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം 2:45 അപ്പോൾ ഇനി ഇവിടുന്ന് വിജയവാഡയ്ക്ക് 123 കിലോമീറ്റർ ആണ്. നമ്മളിപ്പോ മെതിമെട്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങാനായിട്ട് പോവാണ്. താങ്ക് യു ഭയ്യ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നടാ ഇതുവരെയുള്ള യാത്ര? വളരെ നല്ലതായിരുന്നു. വളരെ നല്ലതായിരുന്നു. നമ്മള് പല പല സ്ഥലങ്ങളും പല പല കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരിടത്തും എത്തിയിട്ടില്ല, പക്ഷെ എന്റെ പൊന്നെ, ഇത് കണ്ടോ? അല്ലേ, ഇത് കോറിയാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇത് മെതിമെട്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് 123 കിലോമീറ്റർ ഉണ്ട് വിജയവാഡയ്ക്ക്. അപ്പോ യാത്രകൾ തുടരുന്നു. എന്റെ ബാഗ് പോയിയോ? ഇതാണ് കഴിച്ച നമ്മുടെ ഡ്രൈവർ ബൈ. ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ട്, ഫ്രീക്കനാണെന്ന്. ധന്യവാദ് ബൈ. और भी दूर जाना चाहिए. और പുള്ളിക്കാരൻ ഹൈദരാബാദിലോട്ടാണ്, വേറെ വഴിയാണ് കേട്ടോ. ഇവിടെ നേപ്പാളിലേക്ക് പുള്ളിക്കാരൻ ഹൈദരാബാദ്. और चाय वगैरह कुछ? चाय भी नहीं चाहिए. പുള്ളിക്കാരൻ ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇത്രയൊന്നും വേണ്ട. പലവരാതി ഗൈസ്, എന്റെ ബാഗ് അത്ര ഇല്ലാതാക്കി. ഇതിന്റെ ബാഗ് ഒക്കെ എടുക്കണം, അങ്ങനെ പോണം തോന്നുന്നു. ശരി ഗൈസ്, ബൈ. ഹൈദരാബാദ് പോകുന്ന വണ്ടികളാണത്. നമ്മുടെ റൂട്ടിൽ വണ്ടികളൊക്കെ കാണാനില്ല. അതെ ഗൈസ്, വളരെ ശൂന്യമാണ്. ബിസ്ക്കറ്റ് കഴിക്കാണ് ഗൈസ്. നല്ലൊരു മലേനെ നശിപ്പിക്കുകയാണ്. ആകാശം, മണ്ണുകൾ, പുതിയ മനുഷ്യർ. ഓക്കെ ഗൈസ്, അടുത്തൊരു എച്ച് കിട്ടിയിട്ടുണ്ട് വിജയവാഡയ്ക്ക്. സമയം 3:20. 250 रुपये पड़ेगा दोनों का. 250 रुपये पड़ेगा दोनों का, 2 आदमी को. लिफ्ट नहीं मिलेगा? लिफ्ट नहीं मिलेगा? नहीं, अच्छा पैसा का 250 रुपये पड़ता है. ഗൈസ്, ഇവിടെ മുതൽ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. എന്തൊക്കെയല്ലേ, മിക്കവാറും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടും പുതിയ പുതിയ എക്സ്പീരിയൻസുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. അറിയില്ല ഇനി എങ്ങനെയാണെന്ന്, പുള്ളിക്കാരൻ മാത്രമാണോ ഇനി അങ്ങോട്ടുള്ളവരും ഇങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെ നമ്മൾ എത്തിയില്ലേ, ഇനിയും നമ്മൾ ബാക്കി നമ്മൾ എവിടെ പോകാനാണ് ഇറങ്ങി തിരിച്ച് അവിടത്തേക്ക് നമ്മൾ എത്തിയിരിക്കും. എന്ത് മുട്ടായി, എത്ര ഉള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എത്തും guys. നമ്മളെത്തും. നമുക്ക് വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് ഗുംടൂർ വരെ പോകും കേട്ടോ ഈ വണ്ടി. അതായത് വിജയവാഡയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ പുറകിലായിട്ട് ഗുംടൂർ. ഇപ്പോ സമയം
3:30 ആയിട്ടുണ്ട്. താങ്ക് യു ഭയ്യ. പുള്ളിക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. സാംസങ്ങിന്റെ ഫോണാണ് കേട്ടോ കണ്ടെയ്നറിനുള്ളിൽ. സാംസങ്ങിന്റെ എല്ലാ മോഡൽസ് ഫോണും അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇവിടെ ഗുണ്ടൂരിലേക്ക് പോവാണ്. അവിടത്തേക്ക് ഫോണ് ഇറക്കാനായിട്ട് പോവാണ് കേട്ടോ. സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനിടയില നമ്മളെ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അയ്യോ കാണുന്ന കാഴ്ചക്കൊന്നും വെയിലൊന്നും അല്ല. കാണുന്ന കാഴ്ചകൾക്ക് വെയിലൊരു പ്രശ്നമല്ല, മഴയൊരു പ്രശ്നമല്ല. ഭാഗ്യത്തിന് ഇതുവരെ മഴയൊന്നും വന്നില്ല. ഭാഗ്യത്തിന് ഇതുവരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ഇതില്. പാടമാണ്. എന്തായാലും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ആന്ധ്രക്കാരെ സംബന്ധിക്കേണ്ട കൃഷിയാണ്. ഫുള്ള് കൃഷി കണ്ടോ. നിങ്ങൾ ഈ കാണുന്നത് മൊത്തവും കൃഷി സ്ഥലങ്ങളാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബ്രോ. ഗൈസ്, ഗുണ്ടൂർ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 5 മണി കേട്ടോ. ഇവിടുന്ന് വിജയവാഡ കിतना കിലോമീറ്റർ है भैया? വിജയവാഡ 35 കിലോമീറ്റർ. അങ്ങനെ ആ വണ്ടിയും നമ്മളെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. വിജയവാഡ പോകുന്ന വണ്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോ സിറ്റി ടൈം ആയതുകൊണ്ട് അവർക്ക് ഈ ടൈമില് അലൗഡ് അല്ല പോകാനായിട്ട്. പുള്ളിക്കാരൻ നൈറ്റ് പോകണം. നമുക്കിപ്പോ അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റിന് അവിടെ വിടാന്നാ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ. ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കളെ, സമയം 6:15 നമ്മളിപ്പോ കാസ ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലാണ്. വിജയവാഡ എത്തിയിട്ടില്ല കേട്ടോ. വിജയവാഡ ഇനിയും ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ കൂടെ ഉണ്ട്. പുറകെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, വിജയവാഡ എത്തിയിട്ട് നമ്മള് യാത്ര അവസാനിപ്പിക്കും. 7:45 ആയപ്പോ നമുക്ക് വേറൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വണ്ടി കുറച്ച് നല്ല വണ്ടിയാട്ടോ. ഇത്രയും നേരം നമ്മൾ വന്ന വണ്ടി പോലെ അല്ല. നല്ല രീതിയിൽ വെറൈറ്റി ആയിപ്പോയി കേട്ടോ. കാണിച്ചു തരാം. മക്കളെ, സമയം 9:40. നമ്മൾ അങ്ങനെ വിജയവാഡ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാനോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ ഇന്ന് അടുത്ത് വിശാഖപട്ടണം പോകാനായിട്ടുള്ള പ്ലാനിലാണ്. അറിയില്ല വഴിയിലാകുമോ, വണ്ടി കിട്ടുമോ, ഒന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം 9:40 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. അപ്പോ വാ, പോവല്ലേ, വാ വാ.